ഹായ് ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ കഴിയാനായപ്പോഴാണ് കേട്ടോ എനിക്ക് ബോധം വന്നിരിക്കുന്നത്, എനിക്കൊരു ചാനലുണ്ടല്ലോ, അതിലെന്തെങ്കിലുമൊക്കെ ഒരു വ്ളോഗ് ഇടണ്ടേ റമദാൻ്റെ എന്നുള്ളത്. ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഒരു ചാനലിൻ്റെ കാര്യമേ മറന്നു പോകും. പിന്നെ ആരെങ്കിലുമൊക്കെ ഓർമ്മിപ്പിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് ഇട്ടുകൊടുക്കുക എനിക്ക് എന്നുള്ളത്. പിന്നെ കിടക്കട്ടെ, 2025 എൻ്റെ ചാനലിലും ഒരു ഇഫ്താർ വ്ളോഗ്. ഇതിപ്പോൾ റമദാൻ കഴിയാനായപ്പോഴാണ് ഞാൻ ആദ്യത്തെ വീഡിയോ കൊണ്ട് വരുന്നത്. കുഴപ്പമില്ല, 2-3 നോമ്പും കൂടി ബാക്കിയുണ്ടല്ലോ, വീഡിയോസൊക്കെ നമുക്ക് ഒപ്പിക്കാം. ഇനി നമുക്ക് ഫുഡിലേക്ക് കിടക്കാം. ഈ ഇറച്ചിപ്പത്തരി ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഞാനാണ് കേട്ടോ. അത് ഈ വീട്ടിൽ എനിക്ക് മാത്രമേ നേരം പോലെ ചെയ്യാനറിയുള്ളൂ. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യണില്ല, ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറിയിട്ട് കണ്ടു നോക്കി നോക്ക്. പിന്നെ അതാ ജ്യൂസിന് വേണ്ടിയിട്ട് ഷമാമുണ്ട്, പൈനാപ്പിൾ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പണി ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ടാണ്. ഇതിൻ്റെ നടുവിലൊരാളുണ്ട് കേട്ടോ, രണ്ടാമത്തെ അനിയത്തി. അവൾ കഴിക്കാൻ നേരത്തെ കയറി വരുള്ളൂ. ഇപ്പോൾ അവിടെ ആളില്ല. അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളാണ് VIP. അങ്ങനെ ഓരോന്നായിട്ട് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റൈസിൻ്റെ ഡ്യൂട്ടിയൊക്കെ ഉമ്മാക്കുള്ളതാണ്. അത് ഉമ്മ അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ അവിടെ ഇറച്ചിപ്പത്തിരിയായി, കട്ട്ലേറ്റായി. അപ്പോഴാണ് ഉമ്മാക്ക് തോന്നിയത് എന്തൊക്കെ ഇനിയും കുറവുണ്ട്, ഇതൊന്നും പോരാ. അപ്പം അമ്മ കായ്പോളയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ബനാനൊക്കെ എടുത്തിട്ട് ഇതാ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ അങ്ങനെയാണ്, ഒരുപാട് സാധനങ്ങൾ കാണണം, എന്നാലേ ആണ് തൃപ്തിയാവുള്ളൂ. അപ്പോൾ ഇതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് സെർവിങ്ങിലേക്ക് കിടക്കാം. ടേബിളിൽ ഇതാ ഓരോ ജ്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടിരുന്നു. ബാങ്ക് കൊടുക്കാനുള്ള ടൈമായി. അപ്പത്തിനും ബാങ്ക് കൊടുത്ത് ഇവിടെ കഴിക്കൽ തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റമദാൻ ആശംസിക്കണു. ടാറ്റാ.